ഫിലിം കേരളത്തിലേക്ക് ഇവർക്കും സ്വാഗതം. വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകൾ ആ സിനിമകളുടെ പ്രധാനപ്പെട്ട ആദ്യ ആഴ്ചയിലെ ദിവസമായ വിഷു ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ജയ് ഗണേഷ്, കൂടാതെ ഈ പറഞ്ഞ 3 സിനിമകൾക്കും 2-3 ആഴ്ചകൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ആടുജീവിതം എന്നീ സിനിമകളുടെ കേരള പ്രീസെയിൽ കളക്ഷൻ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ പ്രീസെയിൽ കണക്കുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യമേ പൃഥ്വിരാജ് സുകുമാരന്റെ ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ശനിയാഴ്ചയേക്കാൾ കൂടുതൽ ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ കേരള പ്രീസെയിൽ വർധനയാണ് ഇന്ന് ഞായറാഴ്ച വിഷു ദിനത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച ഫൈനൽ പ്രീസെയിലായിട്ട് സിനിമ നേടിയെടുത്തത് 79 ലക്ഷമായിരുന്നെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് 90 ലക്ഷം കേരള പ്രീസെയിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്നലത്തേക്കാൾ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഫഹദിന്റെ ആവേശം എന്ന സിനിമയാണ് ഇന്ന് വിഷു ദിനത്തിൽ ഏറ്റവും കൂടുതൽ കേരള പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഒരു പക്ക മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആവേശം ആദ്യ ദിവസം തന്നെ ജനം ഏറ്റെടുത്തൊരു കാഴ്ചയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ വിഷുദിനമായ ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ചയേക്കാൾ കൂടുതൽ പ്രീസെയിൽ അല്ല, മറിച്ച് സിനിമയുടെ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കേരള പ്രീസെയിൽ കളക്ഷനാണ് ഇന്ന് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 1,95 ലക്ഷമാണ് ഇന്ന് വിഷുദിനത്തിലെ സിനിമയുടെ കേരള പ്രീസെയിൽ. അപ്പോൾ ഇന്ന് സിനിമ കേരളത്തിൽ നിസ്സാരമായിട്ട് 3 കോടിയല്ല 4 കോടി കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നത്തെ പ്രീസെയിലിൽ നിന്ന് വ്യക്തമാകുന്നു. ആവേശം കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ ഉള്ളത് നിങ്ങൾക്കെല്ലാം തന്നെ അറിവുള്ളതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കാണ്. വിനീതിന്റെ സംവിധാനത്തിൽ വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഇന്നത്തെ കേരള പ്രീസെയിൽ നേരത്തെ പറഞ്ഞ ആവേശം എന്ന സിനിമയുടെ ഇതുപോലെ തന്നെയാണ്. ശനിയാഴ്ചയേക്കാൾ കൂടുതൽ പ്രീസെയിൽ അല്ല ഇന്ന് സിനിമ ഞായറാഴ്ച നേടിയെടുത്തിരിക്കുന്നത്, മറിച്ച് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കേരള പ്രീസെയിലാണ് ഇന്ന് സിനിമയുടെ 4ാം ദിവസം ഞായറാഴ്ച സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 1,72 ലക്ഷത്തിലേക്ക് വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഫീൽ ഗുഡ് കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്കും വമ്പൻ ദിവസമാണ്, ഏറ്റവും മികച്ച ദിവസമായിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. PVRന്റെ തിയേറ്ററുകൾ കൂടി കേരളത്തിൽ ഓപ്പൺ ആയതോടെയാണ് ഈ പറഞ്ഞ 3 സിനിമകൾക്കും കളക്ഷനിലെ വർധന എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം വിഷു ഇത് റിലീസുകളിൽ 3ാമത്തെ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ജയ് ഗണേഷ് എന്ന സിനിമയുടെ കാര്യത്തിൽ മാത്രം കാര്യമായ ഒരു പുരോഗതിയും കളക്ഷൻ പ്രീസെയിലൊന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആദ്യ 3 ദിവസങ്ങളിൽ ഇതുപോലെ 20 ലക്ഷത്തിൽ താഴെയാണ് ഇന്ന് വിഷു ദിനത്തിലെ സിനിമയുടെ കേരള പ്രീസെയിൽ. അപ്പോൾ കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് വിവരങ്ങൾക്കായി.